ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പ്രകൃതിയുടെ രഹസ്യ സ്വർഗം. കേരളത്തിന്റെ വടക്കേ അറ്റമായ കണ്ണൂർ ജില്ലയിൽ ഇന്നും എന്നും മനുഷ്യന്റെ കാലടികളാൽ ഏറെ മലിനമാകാതെ സൂക്ഷിക്കപ്പെട്ട ഒരു അദ്ഭുത സ്ഥലമുണ്ട്. അതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അല്പം കൺഫ്യൂസ്ഡ് ആവാം. ഏഴരക്കുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും 7 കുളങ്ങളോ അതോ 8? ഇതിന്റെ പിന്നിലെ കഥയും പ്രകൃതിയും ചേർന്ന അദ്ഭുതമാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം. സ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു സമാന്തര ലോകം പോലെ തന്നെയാണ് ഈ ഏരിയ. കാടിന്റെ നടുവിലൂടെ പാറക്കൂട്ടങ്ങളും കാട്ടൊഴുക്കുകളും കടന്നുപോകുന്ന ഒരു സാഹസികയാത്രയാണ് ഇവിടെ എത്താൻ നമ്മൾ ചെയ്യേണ്ടത്. റോഡ് അവസാനിക്കുന്നിടത്തു നിന്ന് തന്നെ തുടങ്ങും യഥാർത്ഥ ട്രെക്കിംഗ്. വഴിയിലുടനീളം ഇലകളുടെ മണുള്ള കാറ്റും പക്ഷികളുടെ ശബ്ദവും നമ്മൾ കാണാത്തത്ര മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത കാടിന്റെ ശ്വാസവായുവും. പേരിന്റെ പിന്നിലെ രഹസ്യം ഏഴരക്കുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വെള്ളം താഴേക്ക് വീണുകൊണ്ടുപോകുമ്പോൾ വഴിയിൽ 7 വലിയ പ്രകൃതിദത്ത കുളങ്ങൾ രൂപപ്പെടുന്നു. ആ 7 കുളങ്ങൾക്ക് ശേഷമാണ് അവസാനമായി ഒരിക്കൽ കൂടി ശക്തമായ വെള്ളച്ചാട്ടം പതിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് 7+1/2 ഏഴരക്കുണ്ട് എന്ന പേര് വന്നത്. ഓരോ കുളവും ഒരേപോലെ അല്ല. ചിലത് ആഴമുള്ളതും ചിലത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാവുന്ന വിധം തഴമ്പുള്ളതും ചിലത് കറുത്ത പാറകളുടെ നടുവിൽ ഒളിച്ചിരിക്കുന്നതും. വെള്ളത്തിന്റെ സ്വഭാവം വർഷകാലവും വേനലും. മഴക്കാലത്ത് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇത് ഒരു യഥാർത്ഥ സിംഹത്തിന്റെ മുഴക്കം പോലെ ശബ്ദമുണ്ടാക്കും. പാറകൾ ഇടിച്ച് തകർത്ത് ഒഴുകുന്ന വെള്ളം മുഴുവൻ പ്രദേശവും പ്രകൃതിയുടെ വൻ സംഗീതശാലയാക്കി മാറ്റും. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. വേനലിന്റെ ഉച്ചക്കുതിർന്ന വേളയിൽ പോലും ഏഴരക്കുണ്ട് അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു തണുത്ത നിശ്വാസം പ്രകൃതിക്ക് തിരിച്ചു നൽകുന്നതുപോലെ തോന്നും. മഴക്കാലത്തെ ഗർജനമല്ല ഇവിടെ കേൾക്കുക, പകരം പാറക്കെട്ടുകളുടെ സംഗീതമാണ് കേൾക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള വാരിയേഴ്സ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.